ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. ഓക്കെ, ഉഴുന്നുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എപ്പോഴും ഉഴുന്നുകൊണ്ട് ഒരു കൂട്ടാനോ അങ്ങനെയൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു വിചാരം തന്നെ ഉഴുന്ന് എന്ന് പറഞ്ഞാൽ ഒട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഇഡ്ലി ദോശയ്ക്ക് മാത്രം ഇടുന്ന ഒരു കാര്യമാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഉഴുന്നുകൊണ്ട് എന്തായാലും അവരതിനെ ഒരു ഉറദ്ദാൽ എന്നുള്ളത് ആ ഒരു ഡിഫറെന്റ് രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉറദ്ദാൽ കറിയാണ് കാണാൻ പോകുന്നത്. ഇതിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഉഗ്രനായിരിക്കും ഈ കറി കഴിക്കാൻ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ വരൂ നമുക്ക് ഉണ്ടാക്കാം ഉറദ്ദാൽ കറി ഫോർ ചപ്പാത്തി. അപ്പോൾ വരൂ നമുക്ക് ഉണ്ടാക്കാം ഉഴുന്നിൻ്റെ കറി. ഓക്കെ, ഉറദ്ദാൽ കറി. ഒരു 6-7 മണിക്കൂർ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന സാധാരണ നമ്മുടെ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ലപോലെ വെള്ളം ഒഴിക്കുക. കണക്കൊന്നുമില്ല, നല്ലോണം വെള്ളം ഒഴിച്ചോളൂ. എന്നിട്ട് ഇതിനെ തിളയ്ക്കാൻ വെക്കുക. കുക്കറിലോ ഒന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പത വരും. ഈ ഒരു പത എന്തായാലും റിമൂവ് ചെയ്തിരിക്കണം. ഇത് വയറിന് കേടാണ്. അതുകൊണ്ട് ഈ ഒരു പത എന്തായാലും ഞാൻ അരിപ്പ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. എന്നിട്ട് ഇനിയൊന്ന് നന്നായിട്ട് ഇളക്കുന്നു. ഇളക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഴുന്ന് നല്ല പോലെ വെന്തിട്ടുണ്ടാവും. കുക്കറിലാണ് നിങ്ങൾ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കൊടുത്താൽ മതി. കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശ പോലെ ഒട്ടും. പിന്നെ നേരെ മറിച്ച് ഇങ്ങനെയാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടില്ല. ഇനി നെയ്യിൽ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 1 കപ്പോളം വറുത്ത ഉള്ളിയാണ്. നേരെ മറിച്ച് ഈ വറുത്ത ഉള്ളി ഉണ്ടെങ്കിൽ സൂപ്പറാണ്, കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവും. ഇനിയിപ്പോൾ ഇത് കിട്ടാൻ നിങ്ങൾക്ക് നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ സവോള 2 എണ്ണം നെയ്യിൽ വഴറ്റിയിട്ട് ഈ മാതിരി ബ്രൗൺ കളറിലേക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 പച്ചമുളക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് സ്പൈസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകിൻ്റെ സ്പൈസാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ഈ വറുത്ത ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല പോലെ പച്ചമണം പോകുന്നവരേക്കും വഴറ്റി കൊടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കും. ഈ ഒരു ഗ്രേവി ആണ് ഇതിൻ്റെ എസൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെനക്കേട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി മാത്രമാണ്. ഈ ഒരു ഗ്രേവി സൂപ്പറായിട്ട് ആയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ എന്ത് വേണമെങ്കിലും, അതായത് ഇനി ഉറദ്ദാൾ എന്നല്ല, ഇനി ഏത് ദാളാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. ഇനി തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ ഇതും കൂടി നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ എണ്ണ ഒന്ന് തെളിയട്ടെ. അതുവരയ്ക്കും ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കണം. ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ മസാല കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ എണ്ണ തെളിഞ്ഞ് ആ മുകളിലേക്ക് വരണം. അതുവരയ്ക്കും നമുക്ക് സമയം കൊടുത്തേ പറ്റൂ. ഇവിടെ ധൃതി വെച്ചിട്ട് പറ്റില്ല. ഇതാ കംപ്ലീറ്റ് നെയ്യും മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അതായത് ഒരു ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇപ്രാവശ്യം നമ്മൾ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന, വേവിച്ച് വെച്ചിരിക്കുന്ന, വാർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉഴുന്നും കൂടി ഇട്ടിട്ട് ഇതിൽ കിടന്ന് ഇത് നന്നായിട്ട് രണ്ടും കൂടി ചേർന്ന് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും. നല്ല പോലെ ഉഴുന്ന് ആ മസാലയിൽ കിടന്ന് നന്നായിട്ട് ആയിട്ടുണ്ടാവും. ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം അങ്ങോട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. നല്ലോണം മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നിങ്ങളൊന്ന് സെർവ് ചെയ്ത് നോക്കൂ. എന്തായാലും സൂപ്പറായിരിക്കും ചപ്പാത്തിക്ക്. പിന്നെ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കഴിക്കാത്തത്. വീട്ടിലുള്ള എല്ലാവരും കഴിക്കാറുണ്ട്, കഴിച്ചിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദാൾ തന്നെയാണ് ഈ ഒരു ദാൾ. അപ്പോൾ എന്തായാലും നിങ്ങളും ഉണ്ടാക്കി നോക്കണം ടോളൂ. സോ ദാൽ ആൻഡ് ചപ്പാത്തി. It's really good. Yeah. Quite nice. ഉറദ് ദാൽ. Also. ചൂടുണ്ടാ? നോക്കി കഴിക്കട്ടാ. ആ ടെക്സ്ചറൊക്കെ സൂപ്പറാണ്. Really? ഊതി കഴിക്കൂ.
ta-na-na-na, dum ta-na-na, ta-na-na-na. Vinny's Kitchen.